ശബരിമല തീർത്ഥാടനത്തിന്റെ മറവിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. ഓൺലൈനിലൂടെ മുറി ബുക്ക് ചെയ്യുന്നവരെ പറ്റിച്ച് പണം തട്ടുന്ന സംഘം സജീവമാണ്. 1500 രൂപയുടെ മുതൽ 25,000 രൂപയുടെ വരെ മുറികളാണ് സംഘത്തിന്റെ വാഗ്ദാനം. ആയുർവേദ മസാജ് കേന്ദ്രവും കുട്ടികളുടെ കളിസ്ഥലവും അടക്കം ലഭ്യമാക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട ഒട്ടേറെ പേർക്ക് പണം നഷ്ടമായി. ഇതാണ് അക്കോമഡേഷൻ ഓഫീസ്, സന്നിധാനത്ത് മുറി നൽകുന്ന കേന്ദ്രം. സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പന്മാർക്ക് മുറികൾ ആവശ്യമുണ്ടെങ്കിൽ നിശ്ചിത തുകകൾ നൽകി കഴിഞ്ഞാൽ ഇവിടെ മുറി ലഭ്യമാകും. ഓരോ സ്ഥലത്തും ഓരോ പിൽഗ്രിം സെന്ററുകളുണ്ട്, അവിടെയാണ് മുറികൾ ലഭ്യമാക്കുന്നത്. പാലാഴി പാണ്ടിത്താവളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു ഡോണർ ഹൗസ് ആണ്. അക്കോമഡേഷൻ മുഖേന മുറി ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നേരെ പാലാഴി പോലെയുള്ള വിവിധ സ്ഥലങ്ങളുണ്ട്, അവിടങ്ങളിലൊക്കെ തന്നെയാണ് മുറി ലഭ്യമാകുന്നത്. അക്കോമഡേഷൻ നേരിട്ടെത്താതെ നമുക്ക് മുറി ബുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഓൺലൈൻ ബുക്കിംഗ്. നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സന്നിധാനം റൂം ബുക്കിംഗ്, അതിൽ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അയ്യപ്പൻ്റെ എംബ്ലമുള്ള ഒരു ശബരിമലയുടെ ഒരു ലിങ്കുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ 12 മണിക്കൂറത്തെ ക്ലാസ് എ റൂമിന് 280 രൂപ, ക്ലാസ് ബി റൂമിന് 400 രൂപ, അങ്ങനെ ക്ലാസ് ഡി, അങ്ങനെ ഓരോ റൂമിൻ്റെ ടൈപ്പ് അനുസരിച്ച് കൃത്യമായി ആ റൂമിൻ്റെ നിലവാരം അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് താഴേക്ക് വരുമ്പോഴാണ് തട്ടിപ്പ് നടത്തുന്നത്. സന്നിധാനം ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ലിങ്ക്, അതിലേക്ക് കയറി നോക്കാം. ആഹാ, ഓരോ സന്നിധാനം ഗസ്റ്റ് ഹൗസാണ് ശബരിമല. സന്നിധാനം ഗസ്റ്റ് ഹൗസിൻ്റെ റൂമാണ്. 1500 റൂമുണ്ട്, 2500 റൂമുണ്ട്, 2700 റൂമുണ്ട്, 3800 റൂമുണ്ട്. ഇങ്ങനെ വന്ന് 20 പേർക്ക്, 20 മുതിർന്നവർക്ക് താമസിക്കാൻ സാധിക്കുന്ന 2 ബാത്റൂമുള്ള AC ഹോൾ 25,000 രൂപയാണ്. അവർ നൽകുന്ന സേവനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? താഴേക്ക് വരുമ്പോഴാണ് പാർക്കുണ്ട്, സ്പായുണ്ട്, മറ്റ് ചായ കുടിക്കാനുള്ള കഫറ്റേരിയ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. വ്യൂ പോയിന്റ്, മല കാണാനുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. ശബരിമല 18ാം പടിയുടെ ചിത്രം അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ റൂമുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സന്നിധാനത്തുണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിസ്ഥലം, തിരുമൽ കേന്ദ്രം അടക്കം ഒട്ടേറെ ഓഫറുകളാണ് ഓൺലൈനിൽ വെക്കുന്നത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓൺലൈനിൽ കാണുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു കെട്ടിടങ്ങൾ ഇവിടെ ഇല്ല. അതായത് വലിയ തട്ടിപ്പാണ് ഈ സംഘം നടത്തുന്നത്. പല വിധത്തിലും പലതരത്തിലും അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് തട്ടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇവിടെ സ്പായ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ തീർത്ഥാടകരെ പറ്റിക്കുന്നത്. നമുക്കെന്തായാലും 1500 രൂപയുടെ മുറി ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാം. നോൺ AC റൂമാണ്, സന്നിധാനം ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ്. സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ. അതേ ദിവസം തന്നെ 23ാമത്തെ ഡേറ്റ് കൊടുത്തു. ചെക്കൗട്ട് ഡേറ്റ് 24. ആകെ 1500 രൂപയാണ് ഒരു ദിവസത്തേക്ക്. ബുക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം പേരിൽ തന്നെ ബുക്ക് ചെയ്യുകയാണ്. എന്തായാലും ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് മനസ്സിലായി. 1500 രൂപ വെറുതെ ഈ തട്ടിപ്പുകാർക്ക് കൊടുക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ട് റൂം ബുക്കിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഒട്ടേറെ അയ്യപ്പഭക്തന്മാരാണ് ഈ തട്ടിപ്പുകാരുടെ കെണിയിൽ അകപ്പെടുന്നത്. പല ആൾക്കാരും നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടു. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയിലേക്ക് പോയത്. ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുത്, ജാഗ്രത. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.